ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഗോൾ ക്രാക്കർ. ഇനി നമ്മൾ ഇന്ന് HS പാർട്ട് എയിലെ മൊഡ്യൂൾ 3 ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 3 നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്തവർക്ക് അറിയാം എത്രത്തോളം ഉണ്ട് എന്ന്. അപ്പോൾ അതിലെ ആദ്യ ഭാഗമായിട്ടുള്ള ലെസൺ 1 ആയിട്ട് ഞാൻ ചേർക്കുന്നത് ഹിസ്റ്ററി ഓർ കൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ് ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിൽ ഏത് ഭാഗമാണ് ഞാൻ എടുക്കുന്നത് അതൊന്നും കൂടി സ്പെസിഫൈ ചെയ്തതാണ് ഇവിടെ. അപ്പോൾ നോക്കുക. ഡെഫിനിഷൻസ് ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സ്റ്റഡീസ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് സോഷ്യൽ കോമ്പിറ്റൻസ്, സോഷ്യൽ ലേണിംഗ് ആൻഡ് സോഷ്യൽ എഡ്യൂക്കേഷൻ. അതായത് സാമൂഹ്യ പ്രാപ്തി, സാമൂഹ്യ പഠനം, സാമൂഹ്യ വിദ്യാഭ്യാസം. അതായത് അതിന് ഇംഗ്ലീഷാണ് സോഷ്യൽ കോമ്പിറ്റൻസ്, സോഷ്യൽ ലേണിംഗ് ആൻഡ് സോഷ്യൽ എഡ്യൂക്കേഷൻ. ഇത് എല്ലാം കൂടി സോഷ്യൽ സയൻസിൽ അതായത് നമ്മൾ അറിയില്ല കൂട്ടിക്കുഴക്കേണ്ടതില്ല. അതായത് ഇത് ഒക്കെ വേറെ വേറെയാണ്. അതായത് സോഷ്യൽ കോമ്പിറ്റൻസ് ഇസ് എബിലിറ്റി ടു എൻഗേജ് ഇൻ ഗ്രൂപ്പ് എന്റർപ്രൈസസ് ബോത്ത് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ. അതായത് സാമൂഹ്യ പ്രാപ്തി എന്നത്, സോഷ്യൽ കോമ്പിറ്റൻസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിദ്യാലയത്തിനകത്തും പുറത്തുമുള്ള സംഘപ്രവർത്തനം, അതായത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുള്ള ഒരു കുട്ടിയുടെ കഴിവിനെയാണ് സോഷ്യൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ കോമ്പിറ്റൻസ് അഥവാ സാമൂഹ്യ പ്രാപ്തി എന്ന് പറയുന്നത്. അതായത് ആ കുട്ടി വിദ്യാലയത്തിനകത്ത് മാത്രമല്ല, ഇനി നാട്ടിൽ പിയർ ഗ്രൂപ്പുമായിട്ടൊക്കെ ഒരു ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഒരു ഗെയിം കളിക്കുകയാണ്, ഒരു ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അതിൽ കോമ്പറ്റ് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ആ കുട്ടി നേടിയെടുത്തിട്ടുണ്ടാവും. സോഷ്യൽ ലേണിംഗ് എൻകംബേഴ്സസ് ഓൾ ദ എക്സ്പീരിയൻസ് ദാറ്റ് ഹെൽപ്പ് വൺ ടു ബിക്കം ഓറിയന്റഡ് സൊസൈറ്റി. സോഷ്യൽ ലേണിംഗ് എൻകംബേഴ്സസ് ഓൾ ദ എക്സ്പീരിയൻസ് ദാറ്റ് ഹെൽപ്പ് വൺ ടു ബിക്കം ഓറിയന്റഡ് സൊസൈറ്റി. സാമൂഹ്യ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സമൂഹവുമായി ഒരു യോജിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന എല്ലാ അനുഭവങ്ങളും, എല്ലാ എക്സ്പീരിയൻസും ഉൾപ്പെടുന്നതാണ് സാമൂഹ്യ പഠനം. അതായത് സാമൂഹ്യ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സമൂഹത്തിൽ പല കാര്യങ്ങളും അനുഭവത്തിലൂടെ നേടിയെടുക്കുന്നുണ്ട്. നമുക്ക് സമൂഹത്തിലെ പല കാര്യങ്ങളും ചിലത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് നമ്മൾ അതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യൽ ലേണിംഗ് അഥവാ സാമൂഹ്യ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ എഡ്യൂക്കേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ സ്കൂൾ, ഫാമിലി, ചർച്ചസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി സാമൂഹ്യ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിദ്യാലയത്തിലും കുടുംബത്തിലും ആരാധനാലയങ്ങളിലും മറ്റു സാമൂഹ്യ സ്ഥാപനങ്ങളിലും വെച്ചാണ് ഈ സാമൂഹ്യ വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് സ്കൂളിൽ പോയാൽ അവിടെ എന്തൊക്കെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും. ആ ഒരു റൂൾ ഓഫ് ലോക്ക് അനുസരിച്ച് സ്കൂളിൽ ഒരു അച്ചടക്ക നടപടികൾ, അതിനനുസരിച്ചായിരിക്കും ആ കുട്ടി പതിയെ സ്കൂളത്തെ അന്തരീക്ഷമായി പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. എത്ര ടൈമിന് ബെല്ലടിക്കും, എപ്പോൾ ക്ലാസ് തുടങ്ങും, എത്ര പീരീഡ് ഉണ്ട് ഒരു ക്ലാസ്, അങ്ങനെ എപ്പോഴാണ് ലഞ്ച് ബ്രേക്ക്, ഓരോ ടൈമും കുട്ടി ഗ്രാജുവലി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇനി കുടുംബത്തിലായാലും എന്താ, മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകാം, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരുമായി എങ്ങനെ പെരുമാറണം, അവരോട് എന്തൊക്കെ സംസാരിക്കാൻ പറ്റും, ആ ഒരു കാര്യങ്ങളൊക്കെ കുട്ടി പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ ആരാധനാലയങ്ങളിൽ പോയാൽ എങ്ങനെയൊക്കെ പെരുമാറണം, അവിടെ എന്താ സംസാരിക്കാൻ പാടുണ്ടോ, അച്ചടക്കം എങ്ങനെയായിരിക്കണം, അതൊക്കെ കുട്ടി പഠിക്കുന്നത് ആരാധനാലയങ്ങളിൽ വെച്ചാണ്. അതുപോലെ മറ്റുള്ള പല സാമൂഹ്യ സ്ഥാപനങ്ങളുമുണ്ട്. മിഖായൽസ് 1980, അദ്ദേഹം 1980 പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. He says that the social studies are concerned with man and his interaction with his social and physical environment. They deal with human relationship. The central functions of the social studies is identical with the central purpose of education, the development of democratic citizenship. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സാമൂഹ്യ പാഠങ്ങൾ മനുഷ്യനുമായും, കൺസേൺ വിത്ത് മാൻ, മനുഷ്യനുമായും, and its interaction with its social and physical environment, ഭൗതികവും
സാമൂഹികവുമായി ചുറ്റുപാടുകളുമായിട്ടുള്ള അവൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു മനുഷ്യന് അവൻ്റെ ചുറ്റുപാടുകളും സാമൂഹികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സാമൂഹ്യ പാഠത്തിൽ പഠിക്കുന്നത്. They deal with human relationship. മനുഷ്യ ബന്ധങ്ങളെ കുറിച്ച് അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ the central functions of the social studies is identical with the central purpose of education. അവ മനുഷ്യ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സാമൂഹ്യ പാഠത്തിന്റെ പ്രധാന ധർമ്മവും വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യവും ഒന്ന് തന്നെയാണ്. എന്താണ് ആ ലക്ഷ്യം? ജനാധിപത്യ പൗരത്വത്തിന്റെ വികാസം. ജനാധിപത്യ ദ ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്. അതാണ് ഇതിലെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം. സാമൂഹ്യ പാഠത്തിന്റെ പ്രധാന ധർമ്മവും വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ധർമ്മവും ഒക്കെ എന്താണ്? ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്, അതായത് ജനാധിപത്യ പൗരത്വത്തിന്റെ വികാസമാണ് ഈ എല്ലാ കാര്യങ്ങളും സോഷ്യൽ സ്റ്റഡീസിലൂടെയും അതുപോലെ എഡ്യൂക്കേഷനിലൂടെയും ഒക്കെ കുട്ടി ആർജിച്ചെടുക്കുന്നത് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്. ആ ഒരു ഇത് നേടിയെടുക്കാൻ വേണ്ടി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി പഠിക്കുന്നത്. എന്തൊക്കെയാണ്? മനുഷ്യരുടെ ഇൻട്രാക്ഷൻ, മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് എന്തൊക്കെ സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കാവുന്ന പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഫിസിക്കൽ എൻവയോൺമെന്റിനെ കുറിച്ചും സോഷ്യൽ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് സാമൂഹ്യ പാഠം. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷനും കൂടി ഒന്ന് നോക്കാം. According to Bird, define that social science as a body of knowledge and thought pertaining to human affairs as distinguished from sticks and stones, stars and physical objects. എന്താണ് ബേർഡ് പറഞ്ഞത്? സോഷ്യൽ സയൻസ് ഇസ് എ ബോഡി ഓഫ് നോളജ് ആൻഡ് തോട്ട്സ് pertaining to human affairs has distinguished from sticks and stones, stars and physical objects. വടികളും കല്ലുകളും മറ്റ് ഭൗതിക വസ്തുക്കളും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും വ്യത്യസ്തമായി മാനുഷിക വ്യവഹാരം പറഞ്ഞാല് ബിഹേവിയർ, വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളുടെയും അറിവിന്റെയും ശേഖരമാണ്. അതായത് ഇവിടെ ഭൗതികമായിട്ടുള്ള കാര്യത്തെക്കാളും കൂടുതലായിട്ട് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഹ്യൂമൻ അഫയേഴ്സ്, മനുഷ്യ ബന്ധത്തിനാണ് ഈ ഒരു സോഷ്യൽ സയൻസിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവര് സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസിനെ കുറിച്ച് പഠിക്കുന്നില്ല, സ്റ്റാർസിനെ കുറിച്ച് പഠിക്കുന്നില്ല, മറ്റുള്ള ഫിസിക്കൽ ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്നില്ല. അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ബോഡി ഓഫ് നോളജ് ആൻഡ് തോട്ട്സ് പെർറ്റൈനിങ് ടു ഹ്യൂമൻ അഫയേഴ്സ്, മനുഷ്യ ബന്ധങ്ങളെ കുറിച്ചാണ് സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിക്കുന്നത്. ഒരു ഡെഫിനിഷനും കൂടി നോക്കാം. According to American Historical Association, social sciences embrace the traditional disciplines which are concerned directly with man and society. എന്താണ് സോഷ്യൽ സയൻസ് പറഞ്ഞാല്? മനുഷ്യൻ അവന്റെ സമൂഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട എല്ലാ പരമ്പരാഗത വിഷയങ്ങളും ഉൾപ്പെട്ടതാണ് സാമൂഹ്യ ശാസ്ത്രങ്ങൾ. അതായത് ഒരു മനുഷ്യന് അവനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ പഴയ കാര്യങ്ങൾ, പരമ്പരമായിട്ട് കിട്ടിയ എല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ടതാണ് സാമൂഹ്യ ശാസ്ത്രം എന്നാണ് അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ അസോസിയേഷന്റെ അഭിപ്രായം. എന്താണ്? മനുഷ്യൻ അവന്റെ സമൂഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട, സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്, അത് എല്ലാ പരമ്പരാഗത വിഷയങ്ങളും, ഡിസിപ്ലിൻസ് പറഞ്ഞാൽ വിഷയങ്ങള്, എല്ലാ പരമ്പരാഗത വിഷയങ്ങളും ഉൾപ്പെട്ടതാണ് സാമൂഹ്യ ശാസ്ത്രങ്ങൾ. ഓർത്തിരിക്കുക, ട്രഡീഷണൽ ഡിസിപ്ലിൻസിനാണ് അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ അസോസിയേഷൻ പ്രാധാന്യം കൊടുത്തത്. അതുപോലെ ബേർഡിന്റെ ഡെഫിനിഷനിൽ എന്തിനാണ്? ഫിസിക്കൽ ഒബ്ജക്റ്റിനല്ല, നേരെ മറിച്ച് പെർറ്റൈനിങ് ടു ഹ്യൂമൻ അഫയേഴ്സിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ്: പ്യുവർ സോഷ്യൽ സയൻസ്, സെമി സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്. അതിൽ പ്യുവർ സോഷ്യൽ സയൻസ് പെടുന്നത് നോക്കുക: പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജൂറിസ്പ്രുഡൻസ്, ആന്ത്രോപോളജി, പിനോളജി ആൻഡ് സോഷ്യോളജി. സോഷ്യൽ സയൻസ് പെടുന്നത് ഏതൊക്കെയാണ്? എത്തിക്സ്, എഡ്യൂക്കേഷൻ, ഫിലോസഫി ആൻഡ് സോഷ്യൽ സൈക്കോളജി. ദെൻ നാച്ചുറൽ സയൻസ് വരുന്നത് ബയോളജി, ജിയോഗ്രഫി,
മെഡിസിൻ, ലിംഗ്വിസ്റ്റിക് ആൻഡ് ആർട്ട്. ഇതൊക്കെ ഏതിലൊക്കെ പെടുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ദ ഇന്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് ദി സോഷ്യൽ സയൻസ് എഡിറ്റഡ് ബൈ സിൽസ് എഡിറ്റ് ചെയ്ത് 1972 അദ്ദേഹം ദ ഇന്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് ദി സോഷ്യൽ സയൻസിൽ എഡിറ്റ് ചെയ്ത ഒരു പോയിന്റാണ് താഴെ കൊടുക്കുന്നത്. വിഷയങ്ങൾ ഏതൊക്കെയാണ്? സാമൂഹ്യ ശാസ്ത്ര പരിധിയിൽപ്പെട്ട വിഷയങ്ങൾ. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ഇല്ല കേട്ടോ, ഡേവിഡ് സിൽസ് 1972 ഇതിൽ പെടുന്ന വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞത് ആന്ത്രോപോളജി നരവംശാസ്ത്രം, ബിഹേവിയറൽ സയൻസ് വ്യവഹാരശാസ്ത്രം, ദെൻ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം, ജോഗ്രഫി ഭൂമിശാസ്ത്രം, ഹിസ്റ്ററി ചരിത്രം, ലോ നിയമം, ദെൻ പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രതന്ത്രം, സൈക്യാട്രി മനോരോഗ ചികിത്സാശാസ്ത്രം, സൈക്കോളജി മനഃശാസ്ത്രം, ദെൻ സോഷ്യോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും വിഷയങ്ങളാണ് അദ്ദേഹം ഡേവിഡ് എൽ സിൽസ് എഡിറ്റ് ചെയ്ത ദ ഇന്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് ദി സോഷ്യൽ സയൻസിൽ പറയുന്ന പ്രധാന വിഷയങ്ങളാണ് ആന്ത്രോപോളജി, ബിഹേവിയറൽ സയൻസ്, എക്കണോമിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, ലോ, പൊളിറ്റിക്കൽ സയൻസ്, സൈക്യാട്രി, സൈക്കോളജി, സോഷ്യോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. 11 വിഷയങ്ങളുണ്ട്. ഇതും പഠിക്കാൻ കഴിയുന്നെങ്കിൽ പഠിക്കുക. അക്കോർഡിംഗ് ടു ബൈനിങ് അദ്ദേഹം പറഞ്ഞത് social science as the subject that relate to the origin, organization and development of human society, especially to man in his association with other man. മനുഷ്യ സമൂഹത്തിന്റെ ഉത്ഭവം, സംഘാടനം, വികാസം, പ്രത്യേകിച്ച് മനുഷ്യനുമായുള്ള ബന്ധം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സാമൂഹ്യ ശാസ്ത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെയാണ്? ദ സബ്ജക്ട് ദാറ്റ് റിലേറ്റ് ടു ദ ഒറിജിൻ ഉത്ഭവം, അതുപോലെ ഓർഗനൈസേഷന് സംഘടനകൾ, ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി മനുഷ്യ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യം, എസ്പെഷ്യലി മാൻ ഇൻ ഹിസ് അസോസിയേഷൻ വിത്ത് അതർ മാൻ മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധം. ഇതിലൊക്കെയാണ് സാമൂഹ്യ ശാസ്ത്രത്തിൽ പറയുന്നത് എന്നാണ് ബൈനിങ് ഡിഫൈൻ ചെയ്തത്. സോഷ്യൽ സയൻസിന്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? Social science are those parts of cultural knowledge directly bearing on the man's activities in the specific field. ഒരു പ്രത്യേക ഏരിയയിലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സോഷ്യൽ സയൻസ് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ആർ ദ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ടു ബി ടോട്ട് ടു മാച്യൂർ സ്റ്റുഡൻസ്. ഇത് എന്താണ്, പ്രൈമറി ലെവലിലുള്ള കുട്ടികൾക്കുള്ളതല്ല, മേച്യൂർ ആയിട്ടുള്ള സ്റ്റുഡൻസ്, അതായത് കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സോഷ്യൽ സയൻസിൽ പഠിപ്പിക്കുന്നത്. ബട്ട് സോഷ്യൽ സ്റ്റഡീസ് എന്താണ്? അത് ചൈൽഡ് സെന്റേർഡ് ആണ്, കുഞ്ഞു കുട്ടികൾക്കുള്ള പഠനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ സോഷ്യൽ സയൻസ് എന്താണ്, മുതിർന്നവർക്ക്. അത് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് പറയുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ന്യൂ ട്രൂത്ത്സ് അബൌട്ട് The purpose of the social science is to find out new truths about human relationship so as to social utility and advancement of knowledge. നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് സോഷ്യൽ സയൻസ് പറയുന്നത്. അതിന്റെ മനുഷ്യനും അവനുമായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തെ കുറിച്ചുമാണ് ആ ഒരു സോഷ്യൽ സയൻസിൽ പ്രതിപാദിക്കുന്നത്. വിത്ത് സൊസൈറ്റി, മനുഷ്യന് എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ്. ഇപ്പൊ നമ്മള് ഹോം, ആദ്യം തന്നെ ആ ഒരു കുട്ടി ജനിക്കുന്നത് വീട്ടില്, ആ കുട്ടിയുടെ ഫസ്റ്റ് വിദ്യാലയം എന്താണ്? വീടാണ്. ആ കുടുംബത്തിൽ നിന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. എന്നിട്ട് ആ കുട്ടി പിന്നെ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ ചെന്നാല് അവിടുത്തെ നിയമങ്ങളും അവിടെ എന്തൊക്കെ ടീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, അവിടുന്ന് അവന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നു, അവരുമായിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഗെയിംസ്, അതിലൊക്കെ ആ കുട്ടി നന്നായി പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നു. ദെൻ നൈബർഹുഡിൽ അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവും. നൈബർഹുഡ് പറഞ്ഞാല് അയൽവാസികളും അവരും അതിലുള്ള ഒരേ പ്രായത്തിലുള്ള സമപ്രായക്കാരുമായിട്ടുള്ള ഗെയിമിലൊക്കെ കുട്ടികൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ജില്ല, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ, ഇതിലൂടെയാണ് ആ ഒരു കുട്ടി
കുട്ടിയുടെ ചുറ്റുപാടുമുള്ള മനുഷ്യ സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ക്രമം. ആദ്യം വീട്, സ്കൂള്, നൈബർഹുഡ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നേഷൻ, ഇന്റർനാഷണൽ. Then difference between social studies and social science. സാമൂഹ്യ പാഠങ്ങളും സാമൂഹ്യ ശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Social sciences are those area of knowledge dealing with man and society in the development of civilization. നാഗരികതയുടെ വികാസത്തിൽ മനുഷ്യന് സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളുമാണ് സാമൂഹ്യ ശാസ്ത്രങ്ങൾ. സാമൂഹ്യ ശാസ്ത്രത്തിൽ എന്താണ്? മനുഷ്യന്, മാൻ ആൻഡ് സൊസൈറ്റി, അവനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുമാണ് സാമൂഹ്യ ശാസ്ത്രത്തിൽ പറയുന്നത്. പക്ഷേ സാമൂഹ്യ പാഠം സോഷ്യൽ സ്റ്റഡീസിൽ എന്താണ് പറയുന്നത്? കണ്ടന്റ് ഫ്രം ദ സോഷ്യൽ സയൻസ് ആൻഡ് കണ്ടംപററി ലൈഫ് ഫോർ ദ ഇൻസ്ട്രക്ഷണൽ പർപ്പസ് ഇൻ എയ്ഡിങ് യൂത്ത്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രോത്ത് ഓഫ് മോഡേൺ സിവിലൈസേഷൻ. അതിലെന്താണ് പറഞ്ഞത്? ആധുനിക നാഗരികതയുടെ വളർച്ചയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നും സമകാലിക ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്തവയാണ് സാമൂഹ്യ പാഠം. ഇവിടെ നമ്മൾ പറയുന്നത് സാമൂഹ്യ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു ലാർജർ ഏരിയയാണ് അവർ കവർ ചെയ്യുന്നത്. പക്ഷെ സോഷ്യൽ സ്റ്റഡീസ് പറഞ്ഞാൽ ഈ സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നും അടർത്തിയെടുത്ത കുറച്ച് ഭാഗങ്ങൾ, ഒരു പാർട്ടാണ് സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്നത്. അത് കുട്ടികൾക്ക് ചൈൽഡ് സെന്റേർഡ് ആണ്. പക്ഷെ സോഷ്യൽ സയൻസ് പറഞ്ഞാൽ അഡൾട്ട് അപ്രോച്ചാണ്. കോളേജ് ലെവലിലൊക്കെ പഠിക്കുന്നതാണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സ്റ്റഡീസ് സ്മോളർ, നമ്മുടെ എലമെന്ററി ആൻഡ് സെക്കൻഡറി സ്റ്റേജിൽ പഠിക്കുന്നതാണ് സോഷ്യൽ സ്റ്റഡീസ്. ഇവിടെ ഈ ഒരു ഡെഫിനീഷൻ, ഇപ്പോൾ ഈ പറഞ്ഞൊരു ഡെഫിനീഷന് ഈ ഒരു കാര്യം പറഞ്ഞ വ്യക്തിയാണ് മോറിസ് പി മോഫ്റ്റ്. 1958 അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്താണ്? നാഗരികതയുടെ വികാസം, മനുഷ്യന് സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും, മാൻ ആൻഡ് സൊസൈറ്റി ബന്ധപ്പെട്ട എല്ലാ അറിവുകളുമാണ് സോഷ്യൽ സയൻസിലുള്ളത്. പക്ഷെ സോഷ്യൽ സ്റ്റഡീസിൽ എന്താണ്? ഈ സോഷ്യൽ സയൻസിൽ നിന്ന് അടർത്തിയെടുത്ത കുറച്ച് ഭാഗങ്ങളും അതുപോലെ ജീവിതത്തിൽ നിന്ന്, സമകാലിക ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത കുറച്ച് ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്നത് എന്നാണ് ആരാ പറഞ്ഞത്? മോറിസ് പി മോഫ്റ്റ് 1958 പറഞ്ഞത്. The focus and emphasis of both are different. ഈ കാഴ്ചപ്പാടിലും ഊന്നലിലും രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് രണ്ടും വളരെയധികം വ്യത്യാസമുണ്ട് കേട്ടോ, സോഷ്യൽ സയൻസും സോഷ്യൽ സ്റ്റഡീസും. സോഷ്യൽ സയൻസ് പറഞ്ഞാൽ അഡൾട്ട് അപ്രോച്ചാണ്, വലിയൊരു ഏരിയ തന്നെയാണ് ഇത് കവർ ചെയ്യുന്നത്. പക്ഷേ സോഷ്യൽ സ്റ്റഡീസ് പറഞ്ഞാൽ കുഞ്ഞു ഭാഗമാണ് കവർ ചെയ്യുന്നത്. ഈ സോഷ്യൽ സയൻസിൽ നിന്നുള്ള ഒരു ഭാഗമാണ് സോഷ്യൽ സ്റ്റഡീസിൽ കവർ ചെയ്യുന്നത്. ദെൻ സോഷ്യൽ സയൻസ് represent an adult approach. ഓക്കെ, ഓൾറെഡി പറഞ്ഞു, അത് അഡൾട്ട് അപ്രോച്ച് ആണ്. സോഷ്യൽ സയൻസ് പറഞ്ഞാൽ അഡൾട്ട് അപ്രോച്ച് ആണ്. ദെൻ സോഷ്യൽ സ്റ്റഡീസ് പറഞ്ഞാൽ ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആണ്. ബൈനിങ് ആൻഡ് ബൈനിങ്ങിന്റെ ഒരു ഡെഫിനിഷനും കൂടി ഓർത്തിരിക്കുക. സോഷ്യൽ സ്റ്റഡീസ് ഫങ്ഷൻസ് ഇൻ എലമെന്ററി ആൻഡ് സെക്കൻഡറി സ്റ്റേജസ് വൈൽ സോഷ്യൽ സയൻസസ് ഫങ്ഷൻ ഇൻ ദ കോളേജ്. സോഷ്യൽ സ്റ്റഡീസ് എവിടെയാണ് പഠിക്കുന്നത്? എലമെന്ററി ആൻഡ് സെക്കൻഡറി സ്റ്റേജിലും സോഷ്യൽ സയൻസ് പഠിക്കുന്നത് കോളേജ് ലെവലിലുമാണ് എന്നാണ് ബൈനിങ് ആൻഡ് ബൈനിങ് പറഞ്ഞത്. സോഷ്യൽ സയൻസ് ആർ ദാറ്റ് പാർട്ട് ഓഫ് കൾച്ചർ ആൻഡ് നോളജ് ഹാവിംഗ് ഡയറക്റ്റ് ബിയറിംഗ് ഓൺ മാൻസ് ആക്ടിവിറ്റീസ് ഇൻ എനി ഫീൽഡ്. സോഷ്യൽ സ്റ്റഡീസ് ഓഫേഴ്സ് ലേണിംഗ് സിറ്റുവേഷൻ ആൻഡ് ഇൻസൈറ്റ് ഇൻ ടു ഓൾ നോളജ്. ഒരു സാമൂഹ്യ ശാസ്ത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു മുതിർന്ന സമീപനമാണെങ്കിൽ സാമൂഹ്യ പാഠങ്ങൾ അവതരിപ്പിക്കുന്നത് ശിശു കേന്ദ്രീകൃത സമീപനമാണ്. ദെൻ ബൈനിങ് ആൻഡ് ബൈനിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ ഓർത്തിരിക്കുക. ബൈനിങ് ആൻഡ് ബൈനിങ് സേസ് സോഷ്യൽ സ്റ്റഡീസ് ഫംഗ്ഷൻ ഇൻ എലമെന്ററി ആൻഡ് സെക്കൻഡറി സ്റ്റേജസ് വൈ സോഷ്യൽ സയൻസ് ഫംഗ്ഷൻ ഇൻ ദ കോളേജ്. അതായത് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നത് കോളേജ് ലെവലിലും സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്നത് എലമെന്ററി ആൻഡ് സെക്കൻഡറി ലെവലിലുമാണ്. Social science are the theory part of human affairs while social studies are the practice part of human affairs. സാമൂഹ്യ ശാസ്ത്രങ്ങൾ മനുഷ്യ വ്യവഹാരങ്ങളുടെ സൈദ്ധാന്തിക വശം, തിയറി പാർട്ടാണ് സാമൂഹ്യ ശാസ്ത്രത്തിൽ കൂടുതലായിട്ട് കവർ ചെയ്യുന്നത് എങ്കിൽ സാമൂഹ്യ പാഠത്തിൽ എന്താണ്? അതിൻ്റെ പ്രാക്ടിക്കൽ ലെവലിലാണ്. തിയറി ഫുള്ള് സോഷ്യൽ സയൻസിലാണ്, അതിന് പ്രാക്ടിക്കൽ ലെവലിൽ അപ്ലൈ ചെയ്യുന്നത് സോഷ്യൽ സ്റ്റഡീസിലാണ്. സോഷ്യൽ സയൻസ് ആർ ഫാർ ലാർജർ ദാൻ സോഷ്യൽ സ്റ്റഡീസ്. സോഷ്യൽ സയൻസ് ആണ്, നമ്മൾ പറഞ്ഞു ലാർജർ ഏരിയ ആണ്, വൈഡ് ഏരിയ ആണ്. സോഷ്യൽ സ്റ്റഡീസ് സ്മോളർ പാർട്ടാണ്.
Social science are that part of culture and knowledge having direct bearing on man's activities in any field. മനുഷ്യബന്ധങ്ങളിലെ പുതുമ കണ്ടെത്തലാണ് സാമൂഹ്യശാസ്ത്രങ്ങളുടെ പ്രധാന ഉദ്ദേശം. അതായത് എന്നാൽ സാമൂഹ്യശാസ്ത്രങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കലാണ് സാമൂഹ്യ പാഠങ്ങളുടെ ഉദ്ദേശം. ഓർത്തിരിക്കുക, സോഷ്യൽ സയൻസ് ആർ ദ പാർട്ട് ഓഫ് കൾച്ചറൽ നോളജ് ഹാവിംഗ് ഡയറക്റ്റ് ബിയറിംഗ് ഓൺ മാൻസ് ആക്ടിവിറ്റി ഇൻ എനി ഫീൽഡ്. ഫൈൻഡ് ഔട്ട് ദ ന്യൂ ട്രൂത്ത് അബൌട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇവിടെ മനുഷ്യരെ കുറിച്ചുള്ള പുതിയ അറിവ് കണ്ടെത്താനാണ് ഇവിടെ ശ്രമിക്കുന്നതെങ്കിൽ ആ ഒരു അറിവിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ഒരുപാട് ഉണ്ടാവും, അതിൽ നിന്ന് കുറച്ചെടുത്ത് പഠിക്കാനാണ് സോഷ്യൽ സ്റ്റഡീസ് ശ്രമിക്കുന്നത്. ഇൻ സോഷ്യൽ സയൻസ് സോഷ്യൽ യൂട്ടിലിറ്റി ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്. സോഷ്യൽ യൂട്ടിലിറ്റി, സാമൂഹ്യ ഉപയുക്തത, അതാണ് സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ പ്രധാന ഉദ്ദേശമെങ്കിൽ സാമൂഹ്യ പാഠങ്ങളുടേതെന്താണ് ബോധന ഉപയുക്ത, അത് പഠിക്കാനാണ്. ഇൻസ്ട്രക്ഷണൽ യൂട്ടിലിറ്റിയാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. അതായത് സോഷ്യൽ സയൻസിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ യൂട്ടിലിറ്റി, അതായത് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ പഠിക്കുകയാണ്. സോഷ്യൽ സ്റ്റഡീസ് പറഞ്ഞാൽ ആ ഒരാൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ സ്റ്റഡീസിലുള്ളത്. ഇപ്പോൾ പറഞ്ഞ സാമൂഹ്യ പാഠങ്ങളും സാമൂഹ്യ ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനി ഇംഗ്ലീഷിൽ ഓർത്തെടുക്കാൻ കഴിയാത്തവർക്ക് ഇത് മലയാളത്തിൽ പഠിക്കാവുന്നതാണ്. എന്നിട്ട് എക്സാമിന് ഇംഗ്ലീഷിൽ അപ്ലൈ ചെയ്യുക. ഈ ഒരു ഭാഗത്ത് പറഞ്ഞ ഹിസ്റ്ററി, കൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ് ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സയൻസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള സിലബസ് നോക്കിയവർക്കറിയാം, ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗമായിട്ടുള്ള കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റ് ആൻഡ് ലൈഫ് സിറ്റുവേഷനും എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.